ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്ന് ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ ആശുപത്രി വിട്ടു. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് ബാന്ദ്രയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹം മടങ്ങി വന്നത്. കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ നടൻ ആക്രമണത്തിനിരയായ ഫ്ളാറ്റിൽ പ്രതിയെ നേരിട്ടെത്തിച്ച പോലീസ് സംഭവങ്ങളൊക്കെ പുനരാവിഷ്കരിച്ചിരുന്നു. അഞ്ചു ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷമാണ് സെയ്ഫ് അലി ഖാൻ മടങ്ങിയത്. തന്റെ സ്ഥിരം വസതിയായ ഫോർച്യൂൺ ഹൈറ്റ്സിലേക്കാണ് താരമെത്തിയത്. കയ്യിലും കഴുത്തിലും ചെവിക്കു പുറകിലും ബാൻഡേജ് കാണാം. ആരാധകരെ സെയ്ഫ് അഭിവാദ്യം ചെയ്തു. നേരം പുലരും മുൻപായിരുന്നു തെളിവെടുപ്പ്. പ്രതിയെ ആദ്യം ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചു. അവിടെ നിന്ന് നടന്റെ ഫ്ളാറ്റിലേക്ക്. ഫയർ എക്സിറ്റ് ഗോവണി വഴി 7ാം നിലയിലെത്തിയെന്നും അവിടെ നിന്ന് പൈപ്പ് വഴി കയറിയെന്നുമാണ് പ്രതിയുടെ മൊഴി. അക്കാര്യങ്ങളാണ് പോലീസ് പുനരാവിഷ്കരിച്ചത്. തുടർന്ന് നടനുമായുണ്ടായ സംഘർഷം പുനരാവിഷ്കരിച്ചു. ഗോവണി, കുളിമുറിയുടെ ജനൽ, പൈപ്പ് എന്നിവിടങ്ങളിൽ നിന്നും പ്രതിയുടെ 19 വിരലടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നിർണായക തെളിവാകും. ബംഗ്ലാദേശിലെ രാജ്ഭാരിയിലാണ് സ്വദേശമെന്നും നാട്ടിലേക്ക് പോകുന്നതിന് പണം കണ്ടെത്താനാണ് മോഷണത്തിന് ശ്രമിച്ചതെന്നും പ്രതി മൊഴി നൽകി. ബംഗ്ലാദേശിൽ ഗുസ്തി താരമാണെന്നും ഇയാൾ പറയുന്നു. കുറ്റകൃത്യം നടത്താൻ പുറത്തുനിന്ന് പ്രതിക്ക് സഹായം കിട്ടിയോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. 24 മുംബൈ.